നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പെയിൻറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ടെക്സ് പെയിൻറ്റ്. നമുക്ക് പരിചയമുണ്ടായിരിക്കും. 5, 6, 7 ക്ലാസ്സുകളിൽ കുട്ടികൾ സ്കൂളിൽ IT പാഠപുസ്തകത്തിൻ്റെ ഭാഗമായിട്ട് അതിൽ പഠിക്കുന്ന ഒരു പെയിൻ്റാണ് ടെക്സ് പെയിൻറ്റ്. ഈ ടെക്സ് പെയിൻറ്റ് നമ്മുടെ മൊബൈലിൽ നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. പ്ലേ സ്റ്റോർ പോയി നോക്കിയാൽ ടെക്സ് പെയിൻറ്റ് എന്നുള്ള ഒരു ആപ്പ് നമുക്ക് കാണാൻ കഴിയില്ല. ഞാൻ എൻ്റെ വീഡിയോക്ക് താഴെ കൊടുത്തിട്ടുള്ള ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ടെക്സ് പെയിൻറ്റ് ഈസിയായി ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. അത് കഴിഞ്ഞ് അത് നമുക്ക് പ്രവർത്തിപ്പിച്ച് നോക്കാം. അപ്പോൾ എങ്ങനെ ടെക്സ് പെയിൻറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നു, വർക്ക് ചെയ്യിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടെക്സ് പെയിൻറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ കാണുന്ന ഒരു പേജിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക. textpaint.org എന്നുള്ള ടെക്സ് പെയിൻറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് നമ്മൾ എത്തിച്ചേരും. എന്നിട്ട് ഇതിൻ്റെ ഡൗൺലോഡിൽ താഴെ ഇവിടെ ആപ്പിൾ, മാക്OS, ലിനക്സ്, ഉബുണ്ടു ലിനക്സ് അങ്ങനെയുള്ള ഒരുപാട് പാക്കേജുകളുണ്ട്. ഇതിൻ്റെ താഴെ ഇവിടെ ആൻഡ്രോയിഡ് എന്ന് കാണാം. ഇതിൽ നമ്മൾ ആൻഡ്രോയിഡ് ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആൻഡ്രോയിഡ് എന്നുള്ള ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് താഴെ ഇവിടെ കാണുന്ന ടെക്സ് പെയിൻറ്റ് ആൻഡ്രോയിഡ് APK പാക്കേജ് എന്നുള്ള ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. താഴെയുള്ള ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മുകളിൽ യുവർ ഡൗൺലോഡ് വിൽ സ്റ്റാർട്ട് ഷോർട്ട്ലി എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ താഴെ നമുക്കൊരു മെസ്സേജ് വന്നു, ഡു യു വാണ്ട് ടു ഡൗൺലോഡ്. നമ്മളിവിടെ ഡൗൺലോഡ് എന്ന് നൽകുന്നു. നമ്മുടെ ഫയൽ ഡൗൺലോഡ് ആവുന്നത് കാണാം. ഡൗൺലോഡിങ് ഫയൽ 23.98 MB ആണുള്ളത്. അപ്പോൾ അത് ഡൗൺലോഡ് ആകുന്നത് വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഇവിടെ നമുക്ക് പ്രോഗ്രസ് കാണാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഫയൽ ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ജസ്റ്റ് ആ ഡൗൺലോഡ് ചെയ്ത ഫയൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ചോദിക്കുന്നത് ഡു യു വാണ്ട് ടു ഇൻസ്റ്റാൾ ദിസ് ആപ്ലിക്കേഷൻ. ഇൻസ്റ്റാൾ എന്ന് നൽകുക. ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ആരംഭിച്ചു കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. നമ്മൾ 1-2 മെസ്സേജ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട് പെർമിഷനും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ അലോ ചെയ്യുക. ഇപ്പോൾ ടെക്സ് പെയിൻറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞു. ഇനി ഇതിൽ നമ്മൾ സാധാരണ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന പോലെ നമ്മുടെ ടെക്സ് പെയിൻറ്റ് നമുക്കിവിടെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടെക്സ് പെയിൻറ്റിൻ്റെ APK ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടെക്സ് പെയിൻറ്റ് കോൺഫിഗറേഷൻ എന്നുള്ള മറ്റൊരു ഐക്കൺ കൂടി കാണാം. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇത് ടെക്സ് പെയിൻറ്റിൻ്റെ സെറ്റിങ്സ് ആണ്. എവിടെയാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. അതേപോലെ സൗണ്ട്, ഓരോ ടെക്സ് പെയിൻറ്റിൽ നമുക്കറിയാം ഓരോ ഓപ്ഷനും ഓപ്പൺ ചെയ്യുമ്പോൾ സൗണ്ട് വേണോ വേണ്ടേ, അതേപോലെ തന്നെ സ്റ്റീരിയോ സൗണ്ടാണോ മോണോ സൗണ്ടാണോ വേണ്ടത്, അതേപോലെ ഓട്ടോമാറ്റിക്കലി സേവ് ചെയ്യണോ, നമ്മൾ ചെയ്ത ടെക്സ് പെയിൻറ്റിൽ ഉപയോഗിച്ച പെയിൻറ്റിങ് നമ്മൾ സേവ് ചെയ്യണോ വേണ്ടേ, അതേപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ വരച്ച ആ ഇമേജ് കൊണ്ട് ഓപ്പൺ ചെയ്യണോ, ഇങ്ങനെയുള്ള ഒരുപാട് സെറ്റിങ്സ് നമുക്കിവിടെ കാണാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഒരു ബട്ടൺ പോലെ ഓൺ ആക്കാനും ഓഫ് ആക്കാനും കഴിയുന്ന കുറച്ച് സെറ്റിങ്സ്. ഇത് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള സെറ്റിങ്സ് ഓൺ ചെയ്യുകയും ആവശ്യമില്ലാത്തവ ഓഫ് ചെയ്യുകയും ചെയ്യുക. ഇതൊരു സെറ്റിങ്സ്. അതുകൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആയി വരുന്നതാണ്. നമ്മൾ ഇത് അൺഇൻസ്റ്റാൾ ചെയ്താൽ ആ സമയത്ത് തന്നെ ഈ ഒരു ടെക്സ് പെയിൻറ്റ് കോൺഫിഗറേഷനും കൂടി ഓട്ടോമാറ്റിക്കലി അൺഇൻസ്റ്റാളായി പോകുന്ന രണ്ടും അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഇതാണ് ടെക്സ് പെയിൻറ്റിൻ്റെ വിൻഡോ. കുട്ടികൾക്ക് സ്കൂളുകളിൽ പഠിക്കാനുള്ള ഒരു പെയിൻ്റാണ്. 5, 6, 7 ക്ലാസ്സുകളിലും അതേപോലെ LP ക്ലാസ്സുകളിലൊക്കെ കമ്പ്യൂട്ടർ പരിചയപ്പെടാനും ലിനക്സിൽ ഉപയോഗിക്കുന്ന ഒരു പെയിൻ്റാണ് ടെക്സ് പെയിൻറ്റ്. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക, ഇൻസ്റ്റാൾ ചെയ്യുക എന്ന്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതേപോലെയുള്ള വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.